Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SI ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ദെൻ ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. MCOM സെക്കൻഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള സ്ട്രാറ്റജി കോസ്റ്റ് അക്കൗണ്ടിങ്, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് സയൻസ്, ഈ 3 സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കുറച്ച് 1-2 വർഷങ്ങളായിട്ട് ഒരുപാട് കുട്ടികൾക്ക് സപ്ലി ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറി. ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, അതിൻ്റെ പാറ്റേൺ മാറി. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ 7 ചോദ്യങ്ങളിൽ നമുക്ക് 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് മുഴുവൻ തിയറി തന്നെയാണ് വരാം, 2 വെയിറ്റേജ് അല്ലേ ഫസ്റ്റ് പാർട്ട്, നോ പ്രോബ്ലം. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു മാറ്റം വന്നത്. സെക്കൻഡ് പാർട്ടിൽ സാധാരണ വരാറ് 7 ചോദ്യങ്ങളിൽ 4 പ്രോബ്ലംസും 3 തിയറി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് വരാറ്. ഒരു 3 തിയറി എങ്ങനെയൊക്കെ ഇടാറുണ്ട് പഴയ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് വരുന്നത് പാർട്ട് ബിയിൽ 6 പ്രോബ്ലംസും ഒരു തിയറി ചോദ്യമാണ് വരുന്നുള്ളൂ. ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഈ 7 ചോദ്യങ്ങളിൽ നിന്ന് 4 നമ്മൾ അറ്റൻഡ് ചെയ്യണ്ടേ എന്ന് വെച്ചാൽ നമുക്ക് പ്രോബ്ലം നല്ല രീതിയിൽ പഠിക്കാണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പോൾ പ്രോബ്ലംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ലാസ്റ്റ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതും വലിയ കുഴപ്പമില്ലാത്തൊരു ടഫ് പ്രോബ്ലംസ്. അപ്പോൾ ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മാറ്റം വന്നതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് ലാസ്റ്റ് 2 വർഷമായിട്ട് കുട്ടികൾക്ക് വളരെ ടഫാണ്. പേപ്പറും അത്യാവശ്യം കുറച്ച് ടഫായിട്ട് വരാറുണ്ട്. ഓക്കെ, ഇനി പാർട്ട് സിയിലോട്ട് പോണ സമയത്ത് 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യമാണ് വരുന്നത്. അത് ആസ് യൂഷ്വൽ നമുക്ക് കണ്ടുവരുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. പാർട്ട് ബിയിലാണ് ഈ ഒരു ചേഞ്ച്. അപ്പോൾ എന്തുകൊണ്ട് സപ്ലി ഇതിന് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, വന്നിട്ടുള്ളൊരു ചേഞ്ച്. ഇനി നമുക്ക് ടോട്ടൽ നമുക്കുള്ള 8 ചാപ്റ്റേഴ്സ്, 5 മൊഡ്യൂളിനെ 8 ചാപ്റ്റേഴ്സ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ 8 ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് SIക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറയാം. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നും കൂടിയും പറയാം. അപ്പോൾ SI ചാപ്റ്റേഴ്സ് നമുക്ക് പറഞ്ഞു, 4 SIയിൽ 2 പ്രോബ്ലംസും 2 തിയറിയാണ് വരുന്നത്. ആ 2 തിയറിയും 2 പ്രോബ്ലം ഏതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത് എന്നുള്ളതൊന്ന് പറയാം. സോ പ്രോബ്ലം ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 3 പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് എല്ലാ പ്രാവശ്യം ഒരു പ്രോബ്ലം അവർ റിപ്പീറ്റ് ആയിട്ട് ഇടുന്നത്. സോ പ്രോസസ് കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SIക്ക് നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പ്രോബ്ലം നമ്മൾ കണ്ടുവരുന്നത് ചാപ്റ്റർ നമ്പർ 5 ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ നിന്നാണ് മറ്റൊരു പ്രോബ്ലം നമ്മൾ കണ്ടുവരുന്നത്. അത് ഇതിൽ നിന്നുള്ള വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോബ്ലം തന്നെയാണ് വരാറ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഈ ഒരു ചാപ്റ്ററിലത്തെ ഉള്ളൊരു പ്രോബ്ലം, ആ ഒരു പാറ്റേൺ ചോദ്യം തന്നെയാണ് കണ്ടുവരാറ്. അപ്പോൾ 2 പ്രോബ്ലംസ് ഇതിൽ നിന്നാണ് വരുന്നത്. ഇനി തിയറി ചോദ്യം എന്ന് പറയുമ്പോൾ എല്ലാ പേപ്പറിലും കുട്ടികൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു തിയറി ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ സ്കോപ്പ്, അതല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്സ്, അങ്ങനെ ഒരു തിയറി ചോദ്യം, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഇൻസ്റ്റോളേഷനെ പറ്റിയിട്ടുള്ള ഒരു തിയറി ചോദ്യം. അങ്ങനെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു SI പലപ്പോഴും വരാറുണ്ട്. പിന്നെ നമുക്ക് ഒരു തിയറി ചോദ്യം കൂടിയും വരുന്നത് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. ചാപ്റ്റർ നമ്പർ 8 എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് പിന്നെ SI വരാറ്.
ഒന്നുകിൽ ചിലപ്പോൾ എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും വരാം. ഇതിലൊരു 5-8 അപ്രോച്ചസ് ഉണ്ട്, കോസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമ്മളതൊക്കെ ഓരോന്ന് ഷോർട്ടായിട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതിൽ നിന്ന് 1-2 സെപ്പറേറ്റ് ടോപ്പിക്കുകൾ വരും. ജസ്റ്റ് ഇൻ ടൈം JIT അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്ലഷ് എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ചോദ്യം. അപ്പോൾ അതിലേതെങ്കിലും നമുക്ക് ചാപ്റ്റർ നമ്പർ 8 ലാസ്റ്റ് കാണാൻ സാധിക്കും. വാല്യൂ ചെയിൻ അനാലിസിസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, കൈസണും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഏരിയയിലുള്ള ഒരു ടോപ്പിക്കാണ്. ടാർജറ്റും കഴിഞ്ഞ് ഇവിടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കണു എന്ന് മാത്രം. ലാസ്റ്റുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ടും ചോദിക്കാം തിയറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് തിയറി ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് കണ്ടു വന്നിട്ടുള്ളത് കൂടുതൽ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ദെൻ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അതൊക്കെ കൂടുതൽ 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങൾക്കുള്ള ചാപ്റ്റേഴ്സാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ അങ്ങനെ വലിയ കാര്യമില്ല. ചാപ്റ്റർ നമ്പർ 3 തന്നെ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലത്തിൽ റിപ്പീറ്റ്. അതുപോലെ തന്നെ 2 വെയിറ്റേജ് തിയറി. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിങ്ങിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിങ്ങിനെ പറ്റിയുള്ള ബേസിക് തിയറി 2 വെയിറ്റേജിൽ റിപ്പീറ്റ് ആയിട്ട് വരും. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം 3 വെയിറ്റേജ് റിപ്പീറ്റ്. ദെൻ പിന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൽ 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം റിപ്പീറ്റ് ആണ്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ എക്സ്പെൻസസിൽ റിപ്പീറ്റ് ആയിട്ടുള്ള ബേസിക് തിയറി ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ കൂടുതൽ 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്. ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസിൽ നിന്ന് 3 പാർട്ടിലും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. 2 വെയിറ്റേജിൽ തിയറി ഉണ്ടാവും, 3 വെയിറ്റേജിൽ ഒരു തിയറി വേണം. തിയറി ഇപ്പോൾ വരുന്നില്ല, ലാസ്റ്റ് SIക്ക് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 വെയിറ്റേജും SIക്ക് ആണ് കൂടുതൽ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് അബൌട്ട് ടോട്ടൽ 5 മൊഡ്യൂളിനെ 8 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ SIക്കും അതുപോലെ തന്നെ 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്ന് പാസ്സാകണമെങ്കിൽ ഏതൊരു അപ്രോച്ച് ഫോളോ ചെയ്യണം എന്നുള്ളത് ആദ്യം പറയാണ്. അതിന് നിങ്ങൾ നിർബന്ധമായും ചാപ്റ്റർ നമ്പർ 1 ഞാൻ പറയാൻ പോകുന്ന തിയറി ചോദ്യങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ഭാഗ്യം പോലെ നിങ്ങൾക്ക് ഒരു essay അതിൽ നിന്ന് കിട്ടിയാൽ, കാരണം 4 essayയിൽ 2 പ്രോബ്ലംസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഡിഫിക്കൽട്ടായിട്ട് വന്നു, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. പിന്നെ ബാക്കി 2 തിയറി. അപ്പോൾ അങ്ങനെ തിയറിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ആദ്യം ബേസിക് തിയറി ഒക്കെ പഠിച്ചു വയ്ക്കുക. ഇനി അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ നമ്പർ 8 ഞാൻ പറയണത് ഒന്നും പഠിച്ചു കഴിയാത്തവർ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ടിപ്പാണ്. എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്, ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ബട്ട് നിങ്ങൾ വലിച്ചു വാരി പഠിക്കാണ്ട് ഓരോ എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസിൽ കാണുന്ന കണ്ടൻസ് 2 വെയിറ്റേജിനും 3 വെയിറ്റേജിനും വേണ്ടി മാത്രം പഠിക്കുക. വലിച്ചു വാരി ഇതിൽ കാണുന്നത് പഠിക്കരുത്. ഇപ്പം കൈസൺ എന്താണ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ഫ്ലഷ് എന്താണ്, അക്കൗണ്ടിങ് എന്താണ്, JIT എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഓരോന്നും ഓരോ പാരഗ്രാഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. ഇത് മാത്രമല്ല 2 വെയിറ്റേജിൻ്റെയും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും, ബാക്കി ഉണ്ടെങ്കിൽ 3 വെയിറ്റേജിലും ഉണ്ടാവും. അപ്പോൾ ഒരു എസ്സേയോ 2 വെയിറ്റേജോ നമുക്ക് എന്തായാലും ലഭിക്കുന്നതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ വലിച്ചു വാരി പഠിക്കാണ്ട്. ഇപ്പോൾ പാരറ്റോ അനാലിസിസ് ഉണ്ട്, വാല്യൂ ചെയിൻ അനാലിസിസ് ഉണ്ട്, ടാർജറ്റ് കോസ്റ്റിംഗ് ഉണ്ട്. ഇതൊക്കെ എന്താണ് കുറച്ചൊരു എക്സ്പ്ലനേഷൻ വെച്ച് പഠിക്കുക. അപ്പോൾ 2 വെയിറ്റേജിൻ്റെയും 3 വെയിറ്റേജിൻ്റെയും വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ 2 തിയറി ചാപ്റ്റേഴ്സ്, എസ്പെഷ്യലി ചാപ്റ്റർ നമ്പർ 8 വലിച്ചു വാരി പഠിക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ലെങ്തിയാണ്. 2 വെയിറ്റേജിൻ്റെയും വരാണെങ്കിൽ നമുക്ക് ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി. 3 വെയിറ്റേജ് ആണെങ്കിലും essay ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഓരോന്നും ജസ്റ്റ് എമർജിങ് കോസ്റ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഓരോന്നിനും ഓരോ പാരഗ്രാഫ് കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, ഒരു 5-8 പോയിന്റ്. ഇനി അതല്ല നമുക്ക് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുന്നത് JIT ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ എടുത്ത് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററാണ് പിന്നെ നോക്കണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞു ചാപ്റ്റർ നമ്പർ 3 പ്രോബ്ലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് പ്രോബ്ലം നന്നായിട്ട് പഠിക്കാൻ സാധിക്കുമെങ്കിൽ പഠിക്കുക. essay കമ്പൽസറി ആണ്. അതുപോലെ തന്നെ
3 വെയിറ്റേജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ്റെ ഒരു പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നോക്കേണ്ടത് അതാണ്. പിന്നെ അപ്പോൾ ഞാൻ പറയണു, നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻസ് ആക്ച്വലി ഈ ഞാൻ പറഞ്ഞ 3 ചാപ്റ്റർ നോക്കിയാൽ തന്നെ കിട്ടും. കാരണം ഇതിൽ നിന്നൊരു എസ്സേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചാപ്റ്റർ നമ്പർ 1ഉം 3യിൽ നിന്നും തിയറി ചോദ്യങ്ങൾ വരും. അപ്പോൾ മിനിമം ഈ 2-3 ഏരിയാസ് നോക്കിയാൽ തന്നെ നമ്മുടെ പാസ് മാർക്കിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. പിന്നെ ഈസി ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആക്ടിവിറ്റി ബേസ്ഡ് നോക്കാം. ട്രാൻസ്ഫർ പ്രൈസിങ് അതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ത്രൂപുട്ട് അക്കൗണ്ടിങ്, ഇതൊക്കെ നിങ്ങൾ പിക്ക് ചെയ്ത് പഠിച്ചു പോവുക. അപ്പോൾ അതിൽ നിന്ന് 3 വെയിറ്റേജിൻ്റെ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ലെങ്തി ആയിട്ട് പലതും കാണാൻ സാധിക്കും. അത് ആ ഓർഡറിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും കഴിയില്ല. സ്മാർട്ട് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. സോ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ, അതിനെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളത് 2 വെയിറ്റേജിലേക്ക് ചോദിച്ചാൽ വേണ്ടി പഠിച്ചു വയ്ക്കുക. നിർബന്ധമായും പഠിക്കണം എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി. പിന്നെ അതിൻ്റെ സ്കോപ്പും ഒബ്ജക്റ്റീവ്സും SCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ കോസ്റ്റ് അക്കൗണ്ടിങ്, എക്സ്പ്ലെയിൻ ഇറ്റ് സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് വീണ്ടും ചോദിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ SCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യും. നിങ്ങളത് നോക്കി വയ്ക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ വരല്ലോ. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻസ് എന്തായാലും നോക്കി വയ്ക്കുക. ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോൾ 2 വെയിറ്റേജിൻ്റെ അത് ചോദിച്ചാൽ അത് എഴുതി വയ്ക്കാം. ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അത് നോക്കി വയ്ക്കുക. ഞാൻ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ വരല്ലോ. റിപ്പീറ്റായിട്ട് പറയുന്നു, മാറി മാറി ഇടുന്നതാണ്. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് നോക്കാം. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റോളേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ഇതിനേക്കാൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു, ഇപ്പോൾ എന്താണ് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നോക്കാം. ചോദ്യം ഇതിനായിട്ട് മുമ്പ് വന്നത് ഇതാണ്, പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ഇൻ ഇൻസ്റ്റോളേഷൻ കോസ്റ്റ് അക്കൗണ്ടിങ്, അതും അതിൻ്റെ പ്രോബ്ലംസ് ആണ്. ഡിഫിക്കൽട്ടീസ് ഇൻ ഇൻസ്റ്റാളിങ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം SCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെ ഈ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാം ചോദിച്ചിട്ട്. ഇതിനേക്കാൾ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു SC ചോദ്യമാണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ 3 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അതും നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയ്ക്കാണുള്ളത്. ഇതിൽ നിന്ന് നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. കാരണം ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നു. 2 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ്. പിന്നെ SAക്കോ അല്ലെങ്കിൽ 3 വെയിറ്റേജിൻ്റെയിലേക്കോ ആയിരിക്കും പിന്നെ ഒരു ചോദ്യം. SAക്ക് വരാണെങ്കിൽ ഞാൻ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, അതല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റോളേഷൻ സിസ്റ്റത്തിൻ്റെ സ്റ്റെപ്സോ അതുപോലെ തന്നെ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് അതെങ്ങനെ ഓവർകം ചെയ്യാം, അങ്ങനെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് SAക്ക്. അതല്ലെങ്കിൽ 3 വെയിറ്റേജിൻ്റെയിലേക്ക് ആണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുക. ഭാഗ്യം പോലെ ഇരിക്കും. ഈ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇനി ചാപ്റ്റർ നമ്പർ 2 പെർഫോമൻസ് മെഷർമെൻറ്റ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇതിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ കണ്ടുവരാറില്ല. 2 വെയിറ്റേജിൻ്റെയിലേക്ക് ഏതെങ്കിലും വന്നാലായി. ഇതുവരെയായിട്ട് അങ്ങനെ റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻസ് ഇല്ല ഇതിൽ നിന്ന്. ഇപ്പോൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണ് നോക്കാം, കോസ്റ്റ് സെൻറ്റർ, അതൊക്കെ 2 വെയിറ്റേജിൻ്റെയിലേക്ക് വന്നാലായി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുവരെയായിട്ട് അങ്ങനെ റിപ്പീറ്റ് അല്ല. കോസ്റ്റ് യൂണിറ്റ് ഒക്കെ നോക്കി വയ്ക്കാം എന്ന് മാത്രം. ഇതൊക്കെ നിങ്ങൾ ലാസ്റ്റ് നോക്കിയാലും മതി. ഈ ഒരു ചാപ്റ്റർ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ 2 വെയിറ്റേജിൻ്റെയിലേക്ക് ഏതെങ്കിലും വന്നാലായി. അതല്ലാണ്ട് ഒന്നുമില്ല ഇതിൽ നിന്ന്. പ്രോഫിറ്റ് സെൻറ്റർ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇതൊക്കെ നോക്കി ഇതൊക്കെ തന്നെയാണല്ലോ കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് നോക്കി വയ്ക്കാമെന്ന് മാത്രം. ലാസ്റ്റ് നോക്കിയാൽ മതി. ഓർഡറിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നേരങ്ങളായിരുന്നു ഇതൊക്കെ നോക്കിയിട്ട്. ഓക്കെ, അതല്ലാണ്ട് ഇതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ദാറ്റ്സ് ഓൾ. ചാപ്റ്റർ നമ്പർ 2ൽ നിന്നുള്ളത് വലിയൊരു സംഭവമല്ല. ചാപ്റ്റർ നമ്പർ 3 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. ഞാൻ പറഞ്ഞു SC അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം, രണ്ടും പ്രതീക്ഷിക്കാം. അപ്പം എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് തിയറിക്ക് ചോദിച്ചാൽ എഴുതാൻ പാകത്തിനുള്ളത് പഠിച്ചു വയ്ക്കണം.
ദെൻ പിന്നെ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ് എസ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് ജോബ് കോസ്റ്റിംഗ് തിയറി നോക്കാം. പ്രോബ്ലം എന്താണ്, നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, അതുപോലെ തന്നെ അബ്നോർമൽ ഗെയിൻ, ഇതിലൊക്കെ വെച്ചിട്ടുള്ള എന്താണ് ഒരു വലിയ പ്രോബ്ലം ആയിരിക്കും എക്സാമിന് വരാം. ഓക്കെ, അക്കൗണ്ടൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് നിർബന്ധമായും ഇതിലത്തെ പ്രോബ്ലംസ് നോക്കി പോവുക. ഇതുപോലത്തെ ഒരു ചോദ്യം തന്നെയായിരിക്കും വരാം. അബ്നോർമൽ ലോസോ അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിനോ അക്കൗണ്ട് അതിൻ്റെ കൂടെ വരയ്ക്കാനുണ്ടായിരിക്കും. ഓക്കെ, നോർമൽ ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരെണ്ണം എസ് എ ആയിരിക്കും ഉണ്ടാവുക, ഈ ഒരു ടൈപ്പോ. ഓക്കെ, ഇനി ഇതല്ലാണ്ട് അബ്നോർമൽ ലോസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്, പിന്നെ അബ്നോർമൽ ഗെയിൻ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് പോവുക, പഠിക്കുക, അബ്നോർമൽ ഗെയിനോ അല്ലെങ്കിൽ അബ്നോർമൽ ലോസോ. ഓക്കെ, ഇനി 3 വെയിറ്റേജിൻ്റെയിലേക്ക് വരുന്നതാണ് നെക്സ്റ്റ് പറയാനുള്ള. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വൽ ആൻഡ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ തിയറി എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നോക്കിയോളൂ. കൂടുതൽ 3 വെയിറ്റേജിൻ്റെയിലേക്കുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വൽ ആൻഡ് പ്രൊഡക്ഷൻ്റെ പലപ്പോഴും വരാറുള്ളതാണ്. അതും പഠിക്കണം. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വൽ ആൻഡ് പ്രൊഡക്ഷൻ്റെ? വളരെ കംഫർട്ടബിളാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വൽ ആൻഡ് പ്രൊഡക്ഷൻ. ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നേരത്തെ പ്രോസസ്സിൻ്റെ ബേസിക്സ് നന്നായിട്ട് അറിയുന്നവർക്ക് ഇതും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതിലേതെങ്കിലും ഒരെണ്ണം എസ് എക്കും പിന്നെ 3 വെയിറ്റേജിൻ്റെയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പ്രോസസ് കോസ്റ്റിംഗ് ചാപ്റ്റർ നമ്പർ 3. ഇത് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, ഇത് വന്നാലും ചെയ്യാൻ പാകത്തിന് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വൽ ആൻഡ് പ്രൊഡക്ഷൻ വലിയൊരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇതുപോലെ പ്രൊഡക്ഷൻ വരയ്ക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ, ലാസ്റ്റ് പ്രോസസ്സ്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചോദ്യം. പക്ഷേ 3 വെയിറ്റേജിലേക്ക് വരുമ്പോൾ ഇത്ര വലിയത് വരാറില്ല, ചെറിയൊരു ക്വസ്റ്റ്യൻ. 3 വെയിറ്റേജ് അല്ലേ, പാർട്ട് ബിയിലേക്ക് അങ്ങനെ തന്നെയാണ് കണ്ടുവരാറുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ട്, നോക്കാമെന്ന് മാത്രം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് ചാപ്റ്റർ നമ്പർ 3ൽ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. സോ എന്താണ് ജോയിൻറ്റ് പ്രൊഡക്റ്റ്, എന്താണ് ബൈ പ്രൊഡക്ട്സ്? തിയറി നിർബന്ധമായും പഠിക്കണം, അതിൻ്റെ ഡിഫറൻസ്. ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്താണ്, ബൈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ള അതിൻ്റെ തിയറി പഠിക്കണം. സ്പ്ലിറ്റ് ഓഫ് തിയറി നോക്കി വയ്ക്കുക. 2 വെയിറ്റേജിലേക്കൊക്കെ ചിലപ്പോൾ വരാം. കോ പ്രൊഡക്ട്സ് എന്താണെന്നുള്ളതിൻ്റെ തിയറി നോക്കണം. ജോയിൻറ്റ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ബൈ പ്രൊഡക്റ്റ്, കോ പ്രൊഡക്ട്സ്, ഇതിൻ്റെയൊക്കെ തിയറി നിർബന്ധമായും പഠിക്കുക. ദെൻ ഇതിൻ്റെ മെത്തേഡ്സ് ഇനി ചിലപ്പോൾ തിയറി ആയിട്ട് ഇതിനായിട്ട് മുമ്പ് 3 വെയിറ്റേജിൻ്റെ ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ മെത്തേഡ്സ് ഓഫ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് എന്ന് ചോദിച്ചിട്ട് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇതിൽ നിന്ന് പ്രോബ്ലം ഈ ബുക്കിലുള്ള അതേ ടൈപ്പ് ചോദ്യം ഒറ്റ പ്രാവശ്യം അതും ചോദിച്ചിട്ടുണ്ട്. ഒരൊറ്റ പ്രാവശ്യം 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഈ ബുക്കിലുള്ള ടൈപ്പ് ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നു, ജോയിൻറ്റ് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ തിയറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മെത്തേഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതിലുള്ള പ്രോബ്ലംസും നോക്കി വെക്കുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിനായിട്ട് മുമ്പൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ. മെയിൻ പ്രൊഡക്റ്റിൻ്റെ അക്കൗണ്ട് വരച്ച് കണ്ടോ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ നമ്പർ 25 ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെയിൻ പ്രൊഡക്റ്റിൻ്റെ അക്കൗണ്ട് വരച്ചുള്ള ഒരു ചോദ്യം. അപ്പോൾ 3 വെയിറ്റേജിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഞാനിവിടെ പറഞ്ഞത്. നിർബന്ധമായും നോക്കുക, തിയറി നോക്കുക, പ്രോബ്ലം നോക്കുക ബൈ പ്രൊഡക്റ്റിൻ്റെ. ദെൻ മെയിൻ പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് തിയറി കാണാം, അതും നോക്കി വയ്ക്കുക. ദാറ്റ്സ് അബൌട്ട് ബൈ പ്രൊഡക്റ്റിൻ്റെ കാര്യം. അപ്പോൾ മെയിൻ പ്രൊഡക്ട്സോ നേരത്തെ പറഞ്ഞതോ അല്ലെങ്കിൽ ഇതിൽ നിന്നോ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 3 വെയിറ്റേജിൻ്റെ ഇടയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രോബ്ലം, തിയറി. റിപ്പീറ്റ്, ജോയിൻറ്റ് പ്രൊഡക്റ്റ്, ബൈ പ്രൊഡക്റ്റ്, കോ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതിൻ്റെ തിയറി നോക്കുക. പ്രോബ്ലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലം കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് 3 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആണ്. എസ്പെഷ്യലി 6 പ്രോബ്ലംസ് ഇപ്പോൾ പാർട്ട് ബിയിൽ ഇടുന്നതുകൊണ്ട് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. അപ്പോൾ ചാപ്റ്റർ നമ്പർ 3 എന്ന് പറയുന്നത് വലിയൊരു ചാപ്റ്ററാണ്. എസ് എ ഒരെണ്ണം, 3 വെയിറ്റേജിൻ്റെ 2 പ്രോബ്ലം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വൽ ആൻഡ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഈ പറയുന്ന ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കോ പ്രൊഡക്റ്റിൻ്റെ മെയിൻ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ അക്കൗണ്ട് വരച്ചുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ 2 എന്താണ് പാർട്ട് ബിയിലത്തെ ചോദ്യം, ഒരു തിയറി 2 വെയിറ്റേജിലേക്ക് വരാം, എസ് എയും വരാം. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 4, 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ്. ത്രൂ പുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ തിയറി, ഇതാണ് സാധാരണ ഇതിൽ നിന്ന് വരാറ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്, തിയറി നിർബന്ധമായും പഠിച്ചു വയ്ക്കുക.
ഓൾറെഡി നമ്മൾ അത് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ബേസിക് തിയറി, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനെ പറ്റിയുള്ള തിയറി, പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം, പിന്നെ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്. തിയറി ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ തിയറി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം. സോ ദാറ്റ്സ് അബൌട്ട് മാർജിനൽ കോസ്റ്റിംഗ്. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഇതിന് ഡിഫറൻസ് വേണമെങ്കിൽ ചോദിക്കാം. 2 വെയിറ്റേജിലേക്കോ അതിനുള്ള സ്കോപ്പേ കാണുന്നുള്ളൂ. ഇനിയാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്താണ്? തിയറിക്ക് ചോദിച്ചാൽ 2 വെയിറ്റേജിലേക്ക് പഠിക്കണം. പിന്നെ ഇതിൽ നിന്നുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലം, ഇതിലുള്ള പ്രോബ്ലംസ് തന്നെ വർക്കൗട്ട് ചെയ്താൽ മതി. അതിൽ നിന്നുള്ള ഒന്ന് തന്നെയാണ് വരാറ്, നിർബന്ധമായും വരാറുണ്ട്. റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലം കേട്ടോ. ഇതിലുള്ള ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായും പഠിക്കുക. പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ബോട്ടിൽ നെക്സ് വെച്ചിട്ടുള്ള ചോദ്യമാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കണ്ടു വന്നിട്ടുള്ളൂ. ഓക്കെ, ത്രൂപുട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. പ്രോബ്ലംസ് അതിൻ്റെ തിയറിയാണ് പിന്നെ കാണുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലം റിപ്പീറ്റ് ആണ്. ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ 2 വെയിറ്റേജിനെ എഴുതണം. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ തിയറി, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്, ആ കാര്യങ്ങളും നോക്കി വയ്ക്കുക. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഈ പ്രോബ്ലമൊക്കെ ഇതിലുള്ള ബുക്കിലുള്ള പ്രോബ്ലംസ് നിർബന്ധമായും നോക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയലൊന്നും ഇത് പ്രോപ്പറായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്ത് പറയുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. അഗെയിൻ പറയുന്നു 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ. ഇനി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ് നെക്സ്റ്റ്. ചെറിയ ചാപ്റ്റർ ആണ്, ബട്ട് എസ്എക്ക് എപ്പോഴും വരുന്നുണ്ട് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. അതും ഇതിലുള്ള ടൈപ്പ് ചോദ്യം തന്നെയാണ് കണ്ടുവരാറ്. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്? ABC എന്താണെന്നുള്ളത് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. 2 വെയിറ്റേജിൽ നമുക്ക് തിയറി പ്രതീക്ഷിക്കാം. ദെൻ അതിനുശേഷം ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണെന്നുള്ള തിയറി, ദെൻ പ്രോബ്ലം ആണ് ഇതിൽ പിന്നെ നോക്കണ്ടേ. എങ്ങനെയാണ് അതിൻ്റെ ബേസിക്സും കാര്യങ്ങളും എങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇതിലുള്ള പ്രോബ്ലം. ഓക്കെ, അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ദെൻ സ്റ്റെപ്സ് ഇൻവോൾവ് തിയറി കാണാം, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഇതാണ് പ്രോബ്ലം കേട്ടോ. സോ ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് എസ്എക്ക് പ്രതീക്ഷിക്കാം. റിപ്പീറ്റ് ആണ് കണ്ടോ, അത്യാവശ്യം വലിയൊരു ഈ ഒരു പാറ്റേണുള്ള ചോദ്യം തന്നെയാണ് കണ്ടുവരാറ്. സോ ദാറ്റ്സ് അബൌട്ട് ABC കേട്ടോ, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. പിന്നെ ഇത് തിയറിക്ക് നോക്കി വയ്ക്കാം. ABB ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്താണെന്നും, അതുപോലെ തന്നെ 2 വെയിറ്റേജിലേക്കാണ് പ്രതീക്ഷിക്കുന്നുള്ളത്. അത് വിട്ടിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, വലിച്ചു വാരി പഠിക്കരുത്. ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതും ABM അതും നോക്കി വയ്ക്കാം. 2 വെയിറ്റേജിലേക്ക് മാത്രം അഗെയിൻ പറയുന്നു, ഇതിലുള്ള ഈ കാര്യങ്ങളൊക്കെ വെറുതെ നോക്കി നേരങ്ങളായിരുത്. സോ ദാറ്റ്സ് അബൌട്ട് ചാപ്റ്റർ നമ്പർ 5. അഗെയിൻ SA 2 വെയിറ്റേജിലേക്കുള്ള ഒരു തിയറി, അത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 6, ട്രാൻസ്ഫർ പ്രൈസിങ്. 2 വെയിറ്റേജ് തിയറിയോ അതല്ലെങ്കിൽ 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലമാണ് എല്ലാ പേപ്പറിലും കാണുന്നത്. ട്രാൻസ്ഫർ പ്രൈസിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, ട്രാൻസ്ഫർ പ്രൈസിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണെന്ന് നോക്കാം. തിയറിക്ക് 2 വെയിറ്റേജിൻ്റെ ചോദിച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു പ്രോബ്ലം ആണ് ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പല പല മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇതിലുള്ള പ്രോബ്ലംസ് തന്നെയാണ് കണ്ടുവരാറുള്ളത് കേട്ടോ. ഫൈൻഡ് ഔട്ട് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ കാണാം. റിപ്പീറ്റ് ആണ്, എല്ലാ പേപ്പറിലും വരുന്നുണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയുള്ളൊരു ചോദ്യമാണ്. ഇപ്പം നേരത്തെ കാണിച്ചെന്നില്ലേ, അതിൽ തന്നെ ഉള്ളൊരു ചോദ്യം തന്നെയാണ് കണ്ടുവരാറ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ട്രാൻസ്ഫർ പ്രൈസിങ്. അപ്പോൾ ഇതൊക്കെ വലിച്ചു വാരി പഠിക്കാണ്ട് ആ പ്രോബ്ലംസ് എടുത്ത് നോക്കാം, അതിൻ്റെ ബേസിക് തിയറി നോക്കാം കേട്ടോ. എന്തായാലും 3 വെയിറ്റേജിലേക്ക് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ തിയറി ഉണ്ടാവും. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 7. അഗെയിൻ 2 വെയിറ്റേജ് ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. ഏതെങ്കിലും 1-2 ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ എക്സ്പെൻസസ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ഇതിൽ ഒരുപാട് ടേമുകളുണ്ട്, ആ ടേമുകളാണ് കണ്ടുവരാറ്. ഇപ്പോൾ ഡിഫക്റ്റീവ്സ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ കോസസ് ജസ്റ്റ് നോക്കാം. പിന്നെ സ്ക്രാപ്പ് എന്താണ്, ഒബ്സോളസൻസ് എന്താണ്, തിയറി വേസ്റ്റേജ് എന്താണ്, ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെ ചോദിക്കും. അത്രയ്ക്ക് നോക്കണ്ട, അല്ലാണ്ട് വലിച്ചു വാരി പഠിക്കരുത്. സ്ക്രാപ്പ് എന്താണ്,
ഇതൊക്കെയാണ് 2 വെയിറ്റേജിലേക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരാഗ്രാഫിലേക്ക് എഴുതാൻ വേണ്ടിയുള്ള സ്ക്രാപ്പും വേസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, സ്പോയിലേജ് എന്താണ്, അതൊക്കെ 2 വെയിറ്റേജ് ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ മാത്രം പഠിക്കുക. ദാറ്റ്സ് ഓൾ. ചെറിയൊരു ചാപ്റ്റർ കേട്ടോ, ചാപ്റ്റർ നമ്പർ 7. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 8, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഞാൻ പറഞ്ഞു എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ്. ഓൾറെഡി ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. 2 രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ എക്സ്പ്ലെയിൻ എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എന്ന് പറഞ്ഞിട്ട് എസ്സേ ഒരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇതിൽ കാണുന്ന ഓരോ അപ്രോച്ചസും ഓരോ പാരഗ്രാഫായിട്ട് എഴുതി പ്രസന്റ് ചെയ്യാം. അത് ഒന്ന്. അതല്ലെങ്കിൽ ഇതിൽ നിന്ന് 2 വെയിറ്റേജിൻ്റെയിലേക്കുള്ള ചോദ്യങ്ങൾ 1 or 2 വരാം. അതല്ലെങ്കിൽ 3 വെയിറ്റേജിൻ്റെയിലും വേണമെങ്കിൽ ഒരെണ്ണം വരാം. ഓക്കെ, ആ രീതിയിൽ പഠിക്കുക. ബുക്കിൽ നോക്കിയാൽ ഒരുപാട് ലെങ്ത് ആയിട്ട് കാണാം. അതൊക്കെ നോക്കി നേരം കളയരുത്. അപ്പോൾ ആദ്യം പ്രൊഡക്ടിവിറ്റി എന്താണ് ഞാൻ പറയുന്നു. 2 വെയിറ്റേജിൻ്റെയിലേക്ക് എന്താണ് പ്രൊഡക്ടിവിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പാകത്തിന് മാത്രം പഠിച്ചു വയ്ക്കുക. അതല്ലാണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കാണാം. അതൊക്കെ നോക്കി വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത്. കണ്ടോ, ഒരുപാട് നിങ്ങൾക്ക് ബുക്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അത് നോക്കി നേരം കളയരുത്. ഇതൊക്കെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാണാൻ സാധിക്കുന്നതാണ് പ്രൊഡക്ടിവിറ്റി. 2 വെയിറ്റേജിലേക്ക് എന്താണ് എന്നുള്ളത് നോക്കാം, പ്രൊഡക്ടിവിറ്റി എന്താണെന്നുള്ളത്. ദെൻ ഇതിന് ശേഷം ഹയർ പ്രൊഡക്ടിവിറ്റി ഇതൊക്കെ കാണാം. സോ ആഫ്റ്റർ പ്രൊഡക്ടിവിറ്റി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് TPM എന്താണെന്ന് നോക്കാം. 2 വെയിറ്റേജിൻ്റെയിലേക്ക് വന്നാൽ എഴുതാം. പാരറ്റോ അനാലിസിസ് 2 വെയിറ്റേജിൻ്റെയിലേക്ക് മാത്രം. ഒന്നും വലിച്ചു വരി പഠിക്കരുത്, ആവശ്യമുള്ളത് മാത്രം നോക്കി പോവാം. അത് വിട്ടിട്ടൊന്നും കണ്ടുവരാറില്ല കേട്ടോ. അത് തിയറി ഓഫ് കൺസ്ട്രെയിൻ 2 വെയിറ്റേജ് ആണ്. ഇതൊക്കെ 2 വെയിറ്റേജാ. ഇനിയിപ്പോൾ അതല്ല എസ്സേ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഓരോ പാരഗ്രാഫായിട്ട് എഴുതാം. 2 വെയിറ്റേജിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ പാരഗ്രാഫായിട്ട് എഴുതാം. തിയറി ഓഫ് കൺസ്ട്രെയിൻ. ഓക്കെ, കൂടുതൽ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു നേരത്തെ JITക്കാണ് കൂടുതൽ എടുത്ത് പഠിക്കേണ്ടത്. അതിനാണ് കുറച്ചും കൂടി കൂടുതൽ സ്കോപ്പ് ഉള്ളൂ. ഓക്കെ, ഇനി തിയറി ഓഫ് കൺസ്ട്രെയിൻ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാടുണ്ടേ. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് നോക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും പഠിച്ചു കഴിയില്ല. ഇതാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയുള്ളത്. ജസ്റ്റ് ഇൻ ടൈം ലീൻ മാനുഫാക്ചർ. അപ്പോൾ എന്താണ് JIT? 2 വെയിറ്റേജിൻ്റെയിലേക്കും പഠിക്കുക. പിന്നെ SCക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് JIT, എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, ബെനഫിറ്റ്സ്, ലിമിറ്റേഷൻസ്, ഇതൊക്കെ നോക്കുക. സ്റ്റെപ്സ് ഇൻ ഇംപ്ലിമെൻറ്റിങ് JIT നോക്കി വയ്ക്കുക. അതാണ് SCക്ക് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് JIT, അതിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ പറയുന്ന JITയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒന്നെങ്കിൽ 2 വെയിറ്റേജിനെ സെപ്പറേറ്റ് ചോദിക്കാം, അതല്ലെങ്കിൽ SCക്കും ചോദിക്കാം. ഇനി എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് SCയിലാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ JIT സെപ്പറേറ്റ് ഒരു പാരഗ്രാഫായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ JITനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ ഡിറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോവാം. ഇനി നെക്സ്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ആണ്. അപ്പോൾ പ്രൊജക്ട് ലൈഫ് സൈക്കിൾ എന്താണെന്നുള്ളത് നോക്കുക. അതിനായിട്ട് മുമ്പ് 2 വെയിറ്റേജിൻ്റെ വന്നിട്ടുണ്ട്. പ്രൊജക്ട് ലൈഫ് സൈക്കിൾ എന്താണ്, അതിൻ്റെ ഫേസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാര്യങ്ങൾ 2 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ ഇതിൽ നോക്കേണ്ടത്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ലാസ്റ്റിനുള്ളത് വാല്യൂ ചെയിൻ അനാലിസിസ്. വലിയ ചാപ്റ്ററാണിത്. അത് പറഞ്ഞത് മൊത്തം ഇങ്ങനെ വലിച്ചു വരി പഠിക്കരുത്. വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണ് 2 വെയിറ്റേജിൻ്റെ ചോദിച്ചാൽ പാകത്തിന് പഠിക്കുക. SCക്ക് ആണെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം നോക്കി വയ്ക്കുക. വാല്യൂ ചെയിൻ അനാലിസിസ് ഒരെണ്ണം. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ 1-2 എണ്ണം ഉണ്ട്. ടാർഗറ്റ് കോസ്റ്റിംഗ്, വാല്യൂ ചെയിൻ കഴിഞ്ഞാൽ ഉള്ളത് കഴിഞ്ഞിട്ടില്ല. വാല്യൂ ചെയിൻ കണ്ടോ, ഒരുപാട് കാണാൻ സാധിക്കും ഓരോന്ന്. ദെൻ കൈസൻ കോസ്റ്റിംഗ് 2 വെയിറ്റേജിൻ്റെയിലാണ് ഇതൊക്കെ വരുന്നത്. എന്താണ് കൈസൻ കോസ്റ്റിംഗ്? ഒരു പാരഗ്രാഫിലേക്കുള്ളത് പ്രിപ്പയർ ചെയ്താൽ മതി. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വയ്ക്കാം. കൈസൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൈസൻ 3 വെയിറ്റേജിൻ്റെയിലേക്കും സ്കോപ്പുള്ളതാണ് കേട്ടോ. കുറച്ചൊന്ന് എൻ്റെ ഡീറ്റെയിൽസ് നോക്കി വെച്ചോളൂ. ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ പണിയാവരുതല്ലോ. നമുക്ക് ഒരു ഡീറ്റെയിൽസ് ചോദിച്ചാൽ നമുക്ക് എന്താണ് എഴുതാൻ പാകത്തിനുള്ളത് നോക്കാം. ഇനി കേസൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ
ടാർജറ്റ് കോസ്റ്റിംഗ് അഗെയിൻ 2 വെയിറ്റേജിൻ്റെ ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ടാർജറ്റ് കോസ്റ്റിങ്ങും. SIക്ക് ആണെങ്കിൽ എമർജിങ് കോസ്റ്റിങ്ങിൻ്റെ ഉള്ളിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യും വേണം ടാർജറ്റ് കോസ്റ്റിംഗ്. ഇനി അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇനി കൈസണും ഇത് കഴിഞ്ഞാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ്. ഇതിൻ്റെ തിയറിയും നോക്കി വയ്ക്കുക. അത് SIക്ക് സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ പ്രോസസ്സും കണ്ടീഷൻസ്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ്, ഇതാണ് SIക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തിയറി ചാപ്റ്ററാണ്. ഒന്നെങ്കിൽ എമർജിങ് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കല്ല. എമർജിങ് കോസ്റ്റിങ്ങിൻ്റെ തിയറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ SIക്ക് ഇതുവരെ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഓരോ പാരഗ്രാഫായിട്ട് SIക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ 2 വെയിറ്റേജിൻ്റെ 1, 2, 3 വരെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ഇപ്പോൾ ടാർജറ്റ് കോസ്റ്റിംഗ്, കൈസൺ, പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ, ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെ JAT സെപ്പറേറ്റ് ചോദിക്കാം. ഇനി SIക്ക് സെപ്പറേറ്റ് ചോദിച്ചിട്ടുള്ള ലെങ്തി ടോപ്പിക്ക് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് JATയും ബ്ലാക്ക് ഫ്ലഷും ആണ്. കൈസണും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് സ്ട്രാറ്റജി കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റിൻ്റെ മൊത്തം കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ്സ് അബൌട്ട് ഈ സബ്ജക്റ്റ്. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ എൻറ്റയർ സബ്ജക്റ്റ് ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാനും സാധിക്കും കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.